എല്ലാവർക്കും വരുന്ന പാചകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആരോമൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് കറിവേപ്പില, അതുപോലെ തന്നെ പുതിനയില, പിന്നെ രമ്പയില എന്ന് പറയും, നമ്മുടെ പാണ്ടൻ ലീവ്സ് ഒക്കെ ഇല്ലേ അതിന് പറയുന്നതാണ്. അപ്പം അതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഫ്ലഷ് ഫ്ലേവർ നമ്മുടെ ഈ പെരട്ടിന് തരും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതല്ല സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു 1/2 കിലോളം ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. നമ്മൾ ഫ്രൈക്കോ കറിക്കോ ചെയ്യുന്ന പോലെയല്ല, വളരെ, അതായത് ഒരു ചില്ലി ചിക്കൻ്റെ ഒക്കെ കട്ടില്ലേ ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോളം ഉണ്ട്. അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്ത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട മാരിനേറ്റ് ചെയ്യാനായിട്ട്. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് വെച്ചാൽ മതി. ഇപ്പം നമുക്കധികം നമ്മൾ ഷൂട്ടായതുകൊണ്ട് ഒത്തിരി സമയം വെക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഏറെ ഇതിന് വേണം, കാരണം നമ്മളിത് വെള്ളം ഒഴിച്ചൊന്നും കുക്ക് ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു വെളിച്ചെണ്ണയിലാണ് നന്നായിട്ടൊന്ന് കുക്കായി വരേണ്ടത്. അപ്പം ഒരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനമായിട്ടുള്ള രമ്പയില കേട്ടോ. അപ്പം ഇത് 3 ഇട്ട് കൊടുക്കുക. ഈ ഇലയൊക്കെ ഒന്ന് പൊട്ടി ഒരു എന്താ പറയുക, ഒരു സൗണ്ടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ആ ഇലയുടെയും ആ മുളക് എണ്ണയിൽ മൂത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒന്ന് നല്ല മീഡിയത്തിലല്ല, നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടി ഇടാനൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ, ഇത് സത്യമായി നമുക്കൊരു 2 മണിക്കൂർ സമയം കിട്ടി കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കാവും, ഒരുപാട് സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. പിന്നെ ഇതിൽ നിന്നൊരു ശകലം വെള്ളം ഇറങ്ങി വരും. അപ്പം ആ ഒരു വെള്ളത്തിലും പിന്നെ ആ ഒരു ചൂടിലും പിന്നെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയിലുമാണ് ശരിക്കും നന്നായിട്ട് കുക്കായി വരേണ്ടത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് എന്തായാലും ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇറങ്ങി വന്ന് മേളിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ എന്തായിരുന്നേ. ഇപ്പം ആ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ കുറച്ച് വറ്റി, മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ചുമ്മാ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒന്ന് സൈഡായിട്ട്
കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം.